ഷാറുഖാൻ കാലിക്കറ്റ് വന്നിട്ട് ഐശ്വര്യത്തിക്കട ഇട്ടുവെച്ച് പോയതാ, തുറക്കണില്ല. എന്തുകൊണ്ട് ആലപ്പുഴ നിർത്തലാക്കിയത്? അതെന്തിനാ നിർത്തലാക്കിയത്? ഹലോ ഗായ്സ്, നമ്മൾ എപ്പോഴും പോകുന്നത് ബോറടിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും പോകുന്നത് അല്ലെങ്കിൽ കാലിക്കറ്റുകാർക്ക് ഭയങ്കര എപ്പം വേണമെങ്കിലും പോകാൻ തോന്നുന്ന ക്രേവിങ് തോന്നുന്ന സ്ഥലമാണ് നമ്മുടെ കാലിക്കറ്റ് ബീച്ച്. അതുപോലെ തന്നെ ഞങ്ങളും ഇപ്പം നൈറ്റ് എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ബീച്ചിൽ പോയാലെന്ന് വിചാരിച്ച്. അപ്പം ബീച്ച് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ബീച്ചിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ല ഫുഡ്സ് എന്താണ്? ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐശ്വര്യതയാണ് കാലിക്കറ്റിൽ ഭയങ്കര ഫേമസ് ആയി കാണുന്നത്. ഐശ്വര്യത അല്ലാണ്ട് തന്നെ ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള ടേസ്റ്റസ് നമുക്ക് കാലിക്കറ്റ് ഉണ്ട്. അപ്പം ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇപ്പം പോകുന്നത് തന്നെ എനിക്കത് കഴിക്കാൻ തോന്നിയിട്ടാണ്, അല്ലാതെ ബീച്ച് കാണാനുള്ള ക്രേവിംഗ് അല്ല, എനിക്ക് അതൊക്കെ കഴിക്കാൻ തോന്നി. സ്പെഷ്യൽ ഐറ്റം എന്ന് പറയണം, മെൻഷൻ ചെയ്യൂ പ്ലീസ്. ഈ കക്കിരി കുക്കുംബറിൽ അവിടുത്തെ അച്ചാർ പുറത്തിട്ട് കഴിക്കുന്നത്, പിന്നെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തത്, പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് നാരങ്ങ ഓറഞ്ച് ഒഴിച്ചിട്ട് ഒരു സർബത്ത് കിട്ടും അത്, പിന്നെ അവിടെയുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അച്ചാർ ഒഴിച്ച് കഴിക്കാമല്ലോ. അതൊക്കെയാണ് ഉദ്ദേശിച്ച ഫുഡെന്ന് പറയുന്നത്. ഫുഡല്ല, സ്നാക്ക് ആക്കാം അല്ലേ? അതല്ല വെറൈറ്റി അല്ലേ? കാലിക്കറ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കാണുന്നത് എന്താ? ഐശ്വര്യതി. ചില സമയത്ത് കല്ലുമ്മക്കായ വരാറുണ്ട്, പക്ഷെ അവിടെ കല്ലുമ്മക്കായ ഉണ്ട്, കാടമുട്ടയുടെ ഐറ്റം ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സർബത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല, ആരും വീഡിയോ ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്. ചെറിയൊരു ഓറഞ്ച് ടൈപ്പുള്ള നാരങ്ങ, അത് കംപ്ലീറ്റ് ആ നാരങ്ങയുടെ ഇതായിരിക്കും നമുക്ക് കിട്ടുക, വേറെ എസൻസ് ഒന്നും ചേർക്കാതെ. അത് നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഈ കക്കിരിയുടെ മുകളിൽ പിന്നെ ഈ വെജിറ്റബിൾസ് അല്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മുകളിൽ അവിടുത്തെ സ്പെഷ്യൽ അച്ചാറുണ്ട്. പിന്നെ ഹൈജീൻ കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചു വരുന്നത്, അതൊക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇതുവരെ വയറിനൊന്നും കുഴപ്പം വന്നിട്ടില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാണ്ട് മന്തി, ബിരിയാണി അങ്ങനത്തെ സ്പോട്ടുകളല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും 10 രൂപയ്ക്കാണെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് 1 ഞാൻ, 2 ഗോകുൽ, 3 റോഷൻ, 4 ഷാബു. ഇത്ര 4 പേരാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് ആരെങ്കിലും ആഡ് ആവുമെന്ന് എനിക്കറിയില്ല. ആഡ് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കേട്ടതേ ഇത് പാട്ട് പാടുന്നതാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കവിള് നിറയെ കുറെ ഹാർട്ട് ഉണ്ടാവും, നെറ്റിൽ മൊത്ത കുറച്ച് ഹാർട്ട് ഉണ്ടാകും. ഞാൻ കാണിച്ചത്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിർത്തലാക്കിയെന്ന് പറഞ്ഞൊരു ശമ്പണ്ണ അറിയാത്തൊരു ടോപ്പിക് ഉണ്ടായല്ലോ. എന്തുകൊണ്ട് ആലപ്പുഴ നിർത്തലാക്കിയത്? അതെന്തിനാ നിർത്തലാക്കിയത്? അവനറിയാം, പക്ഷെ അവരത് ക്യാമറന് മുന്നിൽ പറയാൻ ഭയങ്കര പേടി. അത് ലൈൻ കമ്മിനൊക്കെ മുകളില് തട്ടിയിട്ട് കത്തിപ്പോകുന്നതാണോ അല്ലെങ്കിൽ പൊട്ടിപ്പോകും, ഷോർട്ട് ആവും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആലപ്പുഴയിൽ ഇങ്ങനത്തെ പട്ടങ്ങളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷെ കാലിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. കാലിക്കറ്റ് ചിലപ്പോൾ ഷോർട്ടായി കാണില്ല, അത് ഷോർട്ടായാലും ചിലപ്പോൾ ഒരു പഠിക്കലുണ്ടാവുള്ളൂ, അറിയില്ല. എന്തായാലും ചേട്ടൻ്റെ കച്ചവടം നമ്മൾ മുടക്കുന്നില്ല, ആൾക്കാർ എങ്ങനെ ജീവിക്കട്ടെ.
ഗുഡ് ജോബ്. നമ്മളെ ഗോകുൽ ചേട്ടൻ ഇതുവരെ അധികം വ്ളോഗിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. നമ്മുടെ ശമ്മണ്ണൻ ഹാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഫോൺ നമ്പർ താഴെ കൊടുക്കാം. അങ്ങനല്ല, ഈ ഹാക്കറിന്റെ പിന്നെ ഇത് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ലാപ്പ് എടുത്തിട്ട് 2255 അടിച്ചാൽ മതി. കൃത്യമായിട്ട് ആ ലാപ്പ് നോക്കണം. ഒരു അത്ര പഞ്ചഭാവമായ ഹാക്കറാണ്. ആളെ കാണാൻ പോലും കിട്ടാറില്ല, അത്രക്കും ബിസിയാണ്. അതുമല്ല, അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോസ് ഒന്നും ഔട്ട് കുറച്ച് ബിസിയാണ്. ഓ, ഷാറുഖ് ഖാൻ കാലിക്കറ്റ് വന്നിട്ട് ഐശ്വര്യത്തി കട ഇട്ടേച്ച് പോയതാ. തുറക്കണില്ല, കട തീർന്നു. അങ്ങനെ അപർണേച്ചി പറഞ്ഞ് തപ്പി നടന്നിട്ട് ലാസ്റ്റ് കട തീർന്ന്. ആ, നമുക്ക് അങ്ങോട്ട് കയറാം. വാ, നമ്മളെ വഴി തെറ്റിയിട്ടാ. അച്ചാറിന് നോക്കണ കല്ലുമ്മക്കായ. ഏത് കടയിലാ പോയി? കല്ലുമ്മക്കായ നമ്മൾ സ്പെഷ്യലാന്ന് പറഞ്ഞില്ല, അതിനൊക്കെ ചെറിയ സ്പോട്ടുകളുണ്ട്. പക്ഷേ ഈ ഐശ്വര്യക്കും അല്ലെങ്കിൽ ഈ ഉപ്പിലിട്ടതൊക്കെ എടുത്തൊക്കെ ഏകദേശം ഒന്നാട്ടോ. എല്ലാവരും ഒരേ ഫ്രാഞ്ചൈസ് എടുത്താണ് നമ്മൾ ചെയ്യുന്ന നല്ല നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഫ്രാഞ്ചൈസ് എല്ലാവർക്കും ഒരേ ടേസ്റ്റാ. ചിലത് ഉപ്പ് കൂടുക, അല്ലെങ്കിൽ ചിലർ മുളക് ആഡ് ചെയ്യുക, ചിലർ വെളുത്തുള്ളി ആഡ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പ്ലെയിൻ ഒരേ ടേസ്റ്റാണ്. കല്ലുമ്മക്കായ അത് നല്ല ചൂടോടെ വേണം. ചൂടുണ്ട്. ഇതൊരു ടെക്നിക്ക് ഉണ്ട്, പക്ഷെ അത് എപ്പോഴും വലിക്കണമെന്നില്ല. ചൂടുണ്ട് അതിന്, അതുകൊണ്ട് ടെക്നിക്ക് കിട്ടി. ഈ കല്ലുമ്മക്കായ ഫിഷ് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതിന് ഫിഷ് ടേസ്റ്റ് ഉണ്ടല്ലോ, പക്ഷെ എനിക്കിഷ്ടമാണല്ലോ, അതുകൊണ്ട് എനിക്ക് കഴിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ചെറിയ ഐറ്റംസാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം ഷവായി കഴിക്കാനുള്ളൊരു പ്ലാനുണ്ട്. ചെറിയ ഐറ്റമാണ്, പോയി കഴിക്കാൻ വേണം. എന്തെങ്കിലും ഞാൻ വീഡിയോ എടുത്തരാം. ഷവായി ചെറിയ ഐറ്റം, കൊച്ചു ഷവായി. അല്ല, വിശപ്പ് മാറും. അതെ, നമ്മൾ കുറേ ആയി കഴിക്കുക, അതുകൊണ്ടാണ്. എല്ലാവരും നമ്മളുടെ യൂട്യൂബ് ചാനൽ അടിച്ചു പൊട്ടിക്കണ്ട, കുത്തി പൊട്ടിച്ചാൽ മതി. സബ്സ്ക്രൈബ് ബട്ടൺ